ഗുഡ് മോർണിംഗ്. തണുത്തിട്ട് വയ്യ. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നേരത്തെ തന്നെ ഞങ്ങൾ എണീറ്റു കേട്ടോ. റിച്ചൂസിന് നല്ല ഉറക്കം ശരിക്കും മതിയായിട്ടൊന്നുമില്ല. അപ്പോൾ കുളിച്ച് ഫ്രഷായി നമ്മൾ മാനന്തവാടിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നേരെ ഊട്ടിക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ഊട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അധികം ലേറ്റ് ആവാണ്ട് തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ വണ്ടി നിർത്തി അടിപൊളി വ്യൂ ആണ് കേട്ടോ. യുക്കാലി മരങ്ങളുടെ ഇടയിൽ നിർത്തി വണ്ടി. ഒരുപാട് ടൂറിസ്റ്റുകൾ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി പേര് നമുക്കിങ്ങനെ രണ്ട് സൈഡിലായിട്ടും ഒരുപാട് പേര് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ മുന്നോട്ട് പോയ സമയത്ത് ഒരു പിക്കപ്പ് വാനിൽ കോഫി അതുപോലെ തന്നെ നൂഡിൽസ് ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കൊടുക്കുന്നൊരു ഇതെത്തിയപ്പോൾ നമ്മളൊന്ന് നിർത്തി ഓരോ കോഫി കുടിച്ചു. മക്കൾ ഒരു നൂഡിൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചു സച്ചു നൂഡിൽസൊക്കെ കഴിച്ചു. അപ്പോൾ ഫോട്ടോസ് എടുക്കുന്നതിന് റിച്ചൂസിനെ പേടിപ്പിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ തന്നെ പോയിരുന്ന് കഴിക്കുന്നതാണിത്. പകുതി സച്ചുമോന് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പോയത് പായ്ക്കര ബോട്ട് ഹൗസിലേക്കാണ് കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയും നല്ലൊരു റൈഡായിരുന്നു കേട്ടോ. നല്ലൊരു വൈബായിരുന്നു. അതുപോലെ തന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തണുപ്പാണ്. നമ്മൾ ശരീരം വേർത്ത് പോകുന്നൊന്നുമില്ലല്ലോ, ഫുള്ള് തണുപ്പായിരുന്നു. പക്ഷേ ആ ഒരു തണുപ്പിൻ്റെ ഇടയിൽ നമ്മളുടെ ഈ ഒരു റൈഡ് അടിപൊളി റൈഡ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ 8 പേര് അടങ്ങുന്നൊരു ബോട്ടാണ് നമ്മളെടുത്തത്. ഒരുപാട് ടൈം നമ്മൾ ക്യൂ നിന്നതിന് ശേഷമാണ് കേട്ടോ പാസ് കിട്ടി. അത്രയും തിരക്കായിരുന്നു. അങ്ങ് മുകളിൽ നിന്ന് നമ്മൾ ക്യൂ നിന്ന് അവിടെ നമുക്ക് കുറച്ച് ടൈം പോയി. പക്ഷേ ടൈം പോയെങ്കിലും 20 മിനിറ്റ് റൈഡ് അടിപൊളി റൈഡായിരുന്നു. അത്യാവശ്യം നല്ല സ്പീഡൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെക്കാൾ സ്പീഡുള്ള ഒരുപാട് ബൈക്കും അതുപോലെ തന്നെ ബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുകളിൽ കയറി വന്നപ്പോൾ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെ നമുക്ക് കഴുകിയൊക്കെ തരും. പക്ഷെ നമ്മൾ അല്ലാണ്ട് തന്നെയുള്ള ഫോട്ടോസൊക്കെയാണ് കേട്ടോ എടുത്തത്. അവിടെ കീ ചെയിനും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ ഏകദേശം ഉച്ചയായി. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഞങ്ങൾ ചിക്കൻ നൂഡിൽസും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസും ഓർഡർ ചെയ്തു. ഒത്തിരി നമ്മുടെ ഇവിടുത്തെ അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ലൊരു വ്യൂ ആണ് അവിടെ നിന്ന്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കോണൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്, അവിടെയൊക്കെ കുറച്ച് നേരം കളിച്ച് അതിന് ശേഷം പിന്നെ നമ്മൾ വന്നത് ഷൂട്ടിംഗ് പ്ലേസിലേക്കാണ്. ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അസാധ്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓരോ കയറ്റം കയറി പോകുന്നതിനനുസരിച്ച് നമുക്ക് ഭയങ്കര വ്യൂ ആണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് സൈഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അത്രയും ആസ്വദിച്ച് നമ്മൾ ഓരോ സ്ഥലത്തേക്കും പോകുമായിരുന്നു കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. കിലുക്കം ഷൂട്ടിങ്ങൊക്കെ ചെയ്ത സ്ഥലം നമുക്ക് നേരെ ഓപ്പോസിറ്റൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഷൂട്ടിംഗ് പ്ലേസ് തന്നെയാണ്. ഒരുപാട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട് അവിടെ. അതുപോലെ പിന്നെ നമ്മൾ ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഇങ്ങനെ ഒരു ഷോപ്പുള്ളത്. നമുക്ക് നമ്മുടെ ഷോക്കേസിൽ വെക്കാൻ പറ്റിയതും ഗിഫ്റ്റ് ഐറ്റംസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളെല്ലാം ജസ്റ്റ് ഒന്ന് കയറി നോക്കി. റിച്ചു മാത്രം ആ ബബിൾസിൻ്റെ സാധനം വാങ്ങിച്ചു. വേറൊന്നും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ചെറിയൊരു സാധനത്തിനാണെങ്കിലും നല്ല റേറ്റ് ആയിരുന്നു കേട്ടോ. നമ്മളവിടെ നിന്ന് വേറെ ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അവിടുന്ന് എല്ലാ സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ മുന്നോട്ട് പോയി. അപ്പോൾ നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു കേട്ടോ. ബ്ലോക്ക് നമുക്ക് ഒരുപാട് നമുക്കിങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റാത്തത്ര ബ്ലോക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു ഈവനിങ് 6 മണി ഒക്കെ ആയി. ആ ഒരു ടൈം എത്തിയപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിൽ വന്നു. അവിടെ തണുത്തിട്ട് വയ്യായിരുന്നു. ആ സമയമായപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് ഒരുപാട് ദൂരത്താണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗ്ലാസ് ഹൗസിലാണുള്ളത്. ഒരുപാട് വെറൈറ്റി ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ഉള്ളിലേക്ക് കയറി. ഓരോ സ്ഥലത്തും നമുക്ക് ഫോട്ടോസ് എടുക്കാതെ പോരാൻ പറ്റാത്തത്ര ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഒരു ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും അടിപൊളി വ്യൂ ആയിരുന്നു ഇവിടുത്തെ ഓരോ പ്ലേസുകളും. നമുക്ക് തണുത്തിട്ടും വയ്യ. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലൊന്നും ഓടി എത്താൻ പറ്റിയില്ലെങ്കിലും ടോപ്പായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കണ്ടു. നമുക്ക് കൂടുതലും വീഡിയോ ഒന്നും എടുക്കാതെ തന്നെ നമുക്കെല്ലാം ആസ്വദിക്കാനായിട്ട് എങ്കിലും നമ്മൾ കുറച്ച് സെൽഫിയും കാര്യങ്ങളും ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടു. ആ ഒരു ഈവനിങ് 6-6:30 ആ ഒരു സമയമായപ്പോൾ തന്നെ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുമുണ്ട്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണ്. അപ്പം റിച്ചൂസ് ഈ ഒരു സൈഡിൽ കൂടി അപ്പുറത്തേക്ക് കിടക്കാനായിട്ടുള്ള ശ്രമത്തിനിടയിലൊന്ന് വീണു ഗൈസ്. നോക്ക്. പക്ഷേ ആളും ഒക്കെ ആയിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം നമ്മളൊരു ചൂട് കോഫി കുടിച്ചു കേട്ടോ. നല്ലൊരു കോഫിയായിരുന്നു.
അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. നമുക്ക് ഫുഡെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെവി ആയിട്ട് നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊന്നും അത്ര ഹെവി ആയിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ അവിടുന്ന് ചൂസ് പിന്നെ എപ്പോഴത്തെ പോലെ ഒരു വിങ്കോ പാക്കറ്റൊക്കെ മേടിച്ച് അത് കഴിച്ച് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലേക്ക് വന്ന ആ ഒരു ഗാർഡൻ, അതായത് ഒരു കുന്നുപോലെ ഒരു സ്ഥലമുണ്ട്. അവിടത്തേക്ക് വന്ന് അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അവിടെയാണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. നമ്മളവിടെ കുറേ നേരം ഇരുന്നു, മക്കൾ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ലൊരു ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു കേട്ടോ അവിടെ ഇരിക്കുന്ന സമയത്ത്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ വിട്ടുപോയില്ല. സെൽഫി ഒറ്റയ്ക്കും അല്ലാണ്ടും പിന്നെ നമ്മുടെ കുടുംബ ഫാമിലി ഫോട്ടോസൊക്കെ എല്ലാം എടുത്ത് തരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ നോക്കുമ്പോൾ റിച്ചൂസിന് അവിടെ നിന്ന് ഉരുണ്ട് കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റിച്ചു ആദ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കൂടെ തന്നെ സച്ചുമോനും കൂടി ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ രണ്ടുപേരും കൂടി കുറേ നേരം ആ പുല്ലിൽ ഉരുണ്ട് കളിച്ചു കേട്ടോ. അവർ എൻജോയ് ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മളും പിന്നെ അവിടെ തന്നെ നിന്ന് തണുപ്പൊന്നും നോക്കിയില്ല. പിന്നെ കിട്ടിയ സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് വീണ്ടും പിന്നെ അങ്ങനെ രാത്രിയായി നമ്മൾ റൂമൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു. നമ്മുടെ റൂം ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. കാരണം അവിടെ ബുക്ക് ചെയ്ത് പോയില്ലെങ്കിൽ അടുത്ത ആൾ വന്ന് ബുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് രാത്രിയിൽ പിന്നെ ബുദ്ധിമുട്ടായിപ്പോൾ അങ്ങനെ നമ്മൾ തണുപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മുടെ വണ്ടി ഒരുപാട് ദൂരെ പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയി ജാക്കറ്റൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നിന്ന് തന്നെ കോട്ടൊക്കെ വാങ്ങിച്ചു. ഇതൊക്കെ നമ്മുടെ അവിടുത്തെ ഓരോരോ പ്ലേസുകളാണ് കേട്ടോ. നമുക്കിതിൽ എല്ലാ സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയിട്ടില്ല. കാരണം ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഒരുപാട് സമയം നമുക്ക് അവിടുന്ന് പോരാൻ തോന്നാത്തത്ര ഭംഗിയാണ് ഊട്ടിയിലുള്ളത്. അപ്പോൾ ഇതിൽ കുറേ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോയി എല്ലാ സ്ഥലങ്ങളും ഷൂട്ട് ചെയ്യാനൊന്നുമായിട്ട് പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ രാത്രിയായി റൂമൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ രാത്രിയിലെ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോഴാണ് ഹൈദരാബാദ് ബിരിയാണി ഉണ്ട്. അപ്പോൾ റൈസ് വാങ്ങിച്ചു, സെപ്പറേറ്റ് ചിക്കൻ വാങ്ങി. പക്ഷേ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. പക്ഷേ കാരണം ആ ഒരു തണുപ്പും നമ്മുടെ ഇവിടുത്തെ ചോറിൻ്റെ അത്ര ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. ചിക്കൻ അടിപൊളിയായിരുന്നു കേട്ടോ. വീണ്ടും നമ്മൾ തിരിച്ച് റൂമിൽ വന്നു, കുളിച്ച് ഫ്രഷായി. റൂമിൽ നല്ല ചൂടുകളൊക്കെ ഉണ്ടായിരുന്നു. കുളിച്ച് ഫ്രഷായി കിടന്നു കേട്ടോ.